എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനൊരു സ്പെഗറ്റിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വീറ്റ് ഫ്ലോറിൻ്റെ സ്പെഗറ്റിയാണ്, ഗോതമ്പ് പൊടിയുടെ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഈ ഒരു പാക്കറ്റ് സ്പെഗറ്റിയുടെ നേരെ പകുതിയെ എടുത്തിട്ടുള്ളൂ. പകുതിയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കറക്റ്റ് പാകത്തിൻ്റെ അളവാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ സ്പെഗറ്റി എടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 20 മിനിറ്റ് എടുത്തിന് ഞാനിത് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇതെങ്ങനെയാണ് വേവിക്കുന്നത് വെച്ചാൽ ആദ്യം അടുപ്പിൽ വെള്ളം വെക്കുക, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക, കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക, 1 ടീസ്പൂൺ അത്രയേ വേണ്ടൂ. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് സ്പെഗറ്റി അതിലേക്ക് ഇടുക. പിന്നെ സ്പെഗറ്റി ഇടുമ്പം പാത്രം ചെറുതായി പോയാലോ വലുതായി പോയാലോ ഒന്നും പ്രശ്നമില്ല, കാരണം ഇത് ഒന്ന് വേവുമ്പം തന്നെ സോഫ്റ്റായി വന്നോളും. ഇതിപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇത് ഈ വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കുക. ഇത് ഒരു അരിപ്പയിലേക്ക് മാറ്റിയ ശേഷം ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുക്കണം. ഏതെല്ലാം വെജിറ്റബിൾസാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നുള്ളത് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഇത് ബീൻസ് ഇതുപോലെയാണ് കട്ട് ചെയ്യേണ്ടത്, ചെരിച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ക്യാരറ്റും കുറച്ച് നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. അതേപോലെ ക്യാപ്സിക്കും നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ സ്പെഗറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും മതി. 1 ടേബിൾ സ്പൂൺ അത്രയേ വേണ്ടൂ. പിന്നെ അതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി, 2 പച്ചമുളകും, പിന്നെ ഒരു 3 കുഞ്ഞുള്ളി ചെറുതായി അരിഞ്ഞിട്ട് ഇത് 3ഉം ഈ എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബോൺലെസ് പീസ് ചിക്കന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തത്. ഇതിപ്പോൾ എൻ്റെ അടുത്ത് ഇത്രയേ ഉണ്ടായിട്ടുള്ളൂ, നിങ്ങളുടെ അടുത്ത് കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ചിക്കനിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും, കുറച്ച് ഉപ്പ് വളരെ കുറച്ച് ആ ചിക്കന് വേണ്ടിയിട്ട് മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, കാരണം ഇതിൽ സോസും മാഗി ക്യൂബെല്ലാം ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിലെല്ലാം ഉപ്പല്ലേ, അപ്പോൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടാകുമ്പോൾ ആ ചിക്കൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു മാഗി ക്യൂബ്, ഈ ഒരു പാക്കറ്റിൻ്റെ ഉള്ളിലത്തെ ഒരു പീസ് മതി, അതൊന്ന് പൊടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടാകുമ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ പീസ് ആയതുകൊണ്ട്, ചിക്കൻ ബോൺലെസ് പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് വേറെ മസാലപ്പൊടികളൊന്നും വേണ്ട, ഇത് മാത്രമേ വേണ്ടൂ. ഇനിയിപ്പം കട്ട് ചെയ്ത് വെച്ച ബീൻസും ക്യാരറ്റും ക്യാപ്സിക്കും ഇട്ട് കൊടുക്കാം. 1 ക്യാരറ്റും 1 ക്യാപ്സിക്കും, ഒരു 6-7 ബീൻസും എടുത്തത്, അതെല്ലാം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ടാകുമ്പം ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസും അതേപോലെ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് 1 മിനിറ്റ് അവിടെ അടച്ച് വെക്കാം. അപ്പോൾ ആ ചിക്കനും വെജിറ്റബിൾസെല്ലാം ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച സ്പെഗറ്റി ഇട്ട് കൊടുക്കുക. ഇതിൽ ഈ വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് വെന്ത് കുഴഞ്ഞ് പോകാനൊന്നും പാടില്ല. അപ്പോൾ ആ സ്പെഗറ്റി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടാൽ നമ്മുടെ സ്പെഗറ്റി റെഡിയായി.
ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇതാണ് ഇന്ന് ഞാൻ ഉച്ചക്ക് ഉണ്ടാക്കിയത് ലഞ്ചിന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നല്ല നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.